പ്രതീക്ഷയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമ്മുടെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ,
സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ലൈറ്റ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റോടെ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ കൃപാസനത്തെയും ഇതിലെ എല്ലാ ശുശ്രൂഷകരെയും ഇവിടുത്തെ എല്ലാ ഉദ്യമങ്ങളെയും എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഉണ്ടാക്കണമെന്ന് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മുടെ എല്ലാ മേഖലയും സംരക്ഷിച്ചിട്ട് ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 പ്രിയമുള്ളവരെ, ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല ഒരു സാക്ഷ്യമാണ്. അജി തോമസ് കോട്ടയം, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോഴ് ആദ്യ ഘട്ടത്തിൽ നമ്മളൊരു പഠന വിശ്ലേഷണത്തിന് ധ്യാനാത്മകമായ പരിചിന്തനത്തിനായി എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഒരു സമഗ്രമായ ദൈവാനുഭവത്തെ ഈ സാക്ഷ്യം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അച്ഛൻ ഈ സാക്ഷ്യം വിശദീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങളും നിങ്ങളുടെ മനസ്സിലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ അവർക്ക് സംഭവിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ മേലെ ഒരു പ്രത്യേക പരിചിന്തനം ആവശ്യപ്പെടുന്നതാണ്. കാര്യം നമ്മൾക്ക് ഉടമ്പടിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് 2 ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ ദൈവത്തിൽ നിന്ന് 2 ആനുകൂല്യങ്ങൾ. ഒന്ന് ബ്ലെസ്സിങ്സാണ്, അനുഗ്രഹങ്ങൾ കിട്ടും. അതാണ് എല്ലാവരും തന്നെ സാക്ഷ്യത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അവർക്ക് കിട്ടിയ ഭൗതികമായ ആനുകൂല്യങ്ങളാണ്. ഈ ദിവസങ്ങളിലുണ്ട് ഒരു സാക്ഷ്യമാണ് ഷോൺ എന്ന് പറയുന്ന കോഴിക്കോടുള്ളൊരു സഹോദരൻ്റെ സാക്ഷ്യം. അദ്ദേഹത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫർ അത്യാവശ്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ കൂട്ടുകാർ ചോദിച്ചത് കൃപാസനത്തിൽ പറഞ്ഞില്ല എന്നാണ് ചോദിച്ചത് അദ്ദേഹത്തോട്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചത് എനിക്ക് ട്രാൻസ്ഫർ ആവശ്യമാണെങ്കിൽ കൃപാസനത്തിൽ പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത്. അമ്മയോട് പറഞ്ഞില്ലേ എന്ന്. അങ്ങനെയൊക്കെ മനുഷ്യന്മാരിപ്പോൾ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ ഷോൺ വന്ന് സാക്ഷ്യം പറയുന്നത്
സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സാക്ഷ്യവും ഉടമ്പടി ദിവസവും അതുപോലെ തന്നെ സാക്ഷ്യം പറച്ചിലും അതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ധ്യാനമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ കൂട്ടായ്മ പോലെ വരെ സംഘടിപ്പിച്ച് നടത്താൻ പറ്റിയ രീതിയിലുള്ള ഒത്തിരിയേറെ സർവീസ് ഓറിയൻറ്റഡായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഈ മാസങ്ങളിൽ തന്നെ ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുണ്ട്. സർവീസ്, അതായത് ഉദ്യോഗസ്ഥന്മാരുടെ സാക്ഷ്യങ്ങൾ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവീസ് പ്രോബ്ലം. ഇപ്പോൾ ഷോണിൻ്റെ വിഷയം തന്നെ എന്താണ്, ഷോന് ട്രാൻസ്ഫർ വേണം, തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വേണം. പക്ഷെ അത് പ്രോസസ്സിങ് ചെയ്തെടുക്കുമ്പോൾ 1.5 വർഷത്തെ താമസമുണ്ട്. 1.5 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം തന്നെ അത് കിട്ടിയേ മതിയാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആ വിഷയം മാതാവിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം വെച്ചതെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിശ്വാസത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയാകുമ്പോൾ സമയച്ചുരുക്കം സംഭവിക്കും. കാര്യം ഈ ഷോണെന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം കൃപാസനം എന്താണ്, അമ്മ എന്താണ്, അമ്മയുടെ പ്രവർത്തനം എന്താണ്, ഉടമ്പടി എന്താണെന്നൊക്കെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ വിഷയം അമ്മ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അപ്പോൾ കോഴിക്കോട് അവിടെ ഒരു പോസ്റ്ററൈസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ, തലശ്ശേരിയിൽ നിന്ന് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ അവിടെ ഒരു പോസ്റ്ററൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്, ഈ കോഴിക്കോടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് പ്രൊമോഷൻ വേണമെങ്കിൽ, അത് റിട്ടയർഡ് ആകാൻ പോവുകയാണ്, പക്ഷേ പ്രൊമോഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വേണം. അപ്പം അദ്ദേഹം കോഴിക്കോട് നിന്ന് ട്രാൻസ്ഫറിന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. തലശ്ശേരിക്കാരനും ഷോണും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഷോണിന് വേണ്ടത് കോഴിക്കോടേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഉദ്യോഗസ്ഥനും ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവിടുന്ന് അദ്ദേഹത്തിനെ വേക്കറ്റ് ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ സീറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോൺ മാതാവിനോട് പറയും, മാതാവേ അമ്മ ഒരു സീറ്റ് അവിടെ വേക്കൻ്റ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതിൽ ഞാൻ പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. ആ പ്രാർത്ഥനയുടെ രീതി അതാണ്. ഞാൻ ആ സീറ്റിലേക്ക് പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതവും ജീവിതമറിയുന്ന ദൈവവും ദൈവത്തിൻ്റെ ഇതുപോലെ ജീവിത രംഗങ്ങളിലുള്ള ഇടപെടലും ആ ഇടപെടലിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണയും, ഈ നമ്മളുടെ ധാരണ ഒരു ഭയങ്കര വിഷയമാണ്. അതായത് എപ്പോഴും നമ്മൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം ധാരണകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള ധാരണ, പിന്നെന്താണ് നമ്മളെക്കുറിച്ചുള്ള ധാരണ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത, ധാരണ, ഒരു ദൈവ മനുഷ്യ സംസർഗത്തിൻ്റെ അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഒരു യാത്രയുടെ ഒരു അനിഷേധ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ധാരണ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് നല്ല ധാരണകൾ തരണമേ. അങ്ങയെക്കുറിച്ചുള്ള
കുറിച്ചുള്ള ധാരണകള്, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ധാരണകള് അങ്ങയുടെ തിരുസന്നിധിയിൽ എന്റെ ജീവിത അവസ്ഥകള് സമർപ്പിക്കുമ്പോഴ് അങ്ങ് അതിലിടപെടുന്ന രീതിയെ കുറിച്ചുള്ള ധാരണകള് എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മളുടെ വിഷയങ്ങൾ ദൈവത്തോട് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണമെന്ന് പറഞ്ഞില്ലേ? ഈ ധാരണകളെ വളരെ ആത്മാവിൽ അഭിഷേകമുള്ളവർ വളരെ കൃത്യമായിട്ട് ആ ധാരണകൾ ദൈവത്തിരുസന്നിധിയിൽ പങ്കുവെക്കുന്നത് കാണാം. നമ്മൾ എന്തുമാത്രം സൂക്ഷ്മതയോടെ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ദൈവത്തോട് പറയുന്നുവോ അത്ര കണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടോ, ആ വിഷയത്തിന് മേൽ ദൈവം ഇടപെടുമെന്നുള്ളൊരു ധാരണയുണ്ട്. എല്ലാം ധാരണയാണ്. അതാ 119 സങ്കീർത്തനാണ്. നോക്കിയേ, സങ്കീർത്തനം 119:26 വായിച്ചോളൂ. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അതായത് എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ, എന്നിട്ട് പറഞ്ഞേ, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അതാണ് സങ്കീർത്തനം 119:26. അപ്പം അവസ്ഥകൾ എന്തിനുള്ളതാണ്? വിവരിക്കാനുള്ളതാണ്. അല്ലാതെ നമ്മളെ ചിലർ ആ ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്ന് പറയും. ദൈവത്തിന് അറിയാവുന്നുള്ളത് പ്രാർത്ഥനയുടെ ഒരു സബ്ജക്റ്റ് അല്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു. ചിലർ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴോ ദൈവത്തെ എല്ലാം അറിയാമല്ലോ. ദൈവത്തിനെല്ലാം അറിയാം, പക്ഷേ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. ദൈവത്തിന് അറിയാവുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. ദൈവത്തിന് എന്താണ് മനസ്സിലിരിപ്പ്? അതിനെക്കുറിച്ച് ധാരണ വേണം. എന്താ ധാരണ? നമ്മൾ ചോദിച്ചിട്ട് തരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. നമ്മൾ ചോദിക്കണം, ചോദിച്ചിട്ട് തരണം. ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? തരണമെങ്കിൽ എന്ത് വേണം? അതൊരു ധാരണയല്ലേ? ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. പോരെ, പിന്നെ എന്താണ്? നല്ല ദൈവസ്നേഹം വേണം. ദൈവസ്നേഹവും വിശ്വാസം ഇല്ലാത്തവർക്ക് ചോദിക്കാൻ പാടായിരിക്കും. അവരിങ്ങനെ ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്നും പറഞ്ഞിരിക്കുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണ്. എന്താ കാര്യം? ദൈവത്തിന് അറിയാം, പക്ഷേ നല്ല മോന്തോടുകൂടി ചോദിക്കാനുള്ള ആത്മീയ അവസ്ഥ ഇവർക്കുണ്ടാകത്തില്ല. അതാണ് അവിടുത്തെ വരുന്ന വിഷയം. അതായത് നമ്മൾ ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കെന്ത് വേണം? ചളിപ്പുണ്ടാകരുത്, അല്ലേ? ചോദിച്ചാൽ കിട്ടുമോ, തരുമോ, നമ്മളവർക്കറിയാവോ? ഇപ്പം നമ്മളെ മനുഷ്യന്മാരോട് പരിചയമില്ലാത്തവരോട് നമ്മളൊരു ചോദിക്കുമോ? സമയം എന്താണെന്ന് ചോദിക്കും. അത്രയും വാച്ച് ഉണ്ടെങ്കിൽ സമയം എന്താണെന്ന് ചോദിക്കും. അത്രയും ചോദിക്കുന്നത്. സാങ്കേതികമായ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. വ്യക്തിപരമായ ഒരു കാര്യവും നമ്മൾ ചോദിക്കത്തില്ല പരിചയമുള്ള ഇല്ലാത്തവരോട്. അതൊരു ധാരണയാണ്, ഒരു ധാരണയാണ്. ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കണമെങ്കിൽ ഇപ്പം സങ്കീർത്തനം 119:26 പറയുന്ന പോലെ എൻ്റെ അവസ്ഥകൾ
പറയണമെങ്കിൽ അത്രയും ആന്തരികമായ ആത്മാർത്ഥതയും ബന്ധവും ഉണ്ടാകണം. അതാണൊരു ധാരണ. ഇനി അതായത് നമുക്ക് ഉറപ്പുണ്ടാകണം. ചോദിച്ചാൽ മാത്രം പോരാ, നമ്മൾക്ക് കിട്ടുമായിരിക്കും അല്ലേ, കിട്ടിയേക്കൊള്ളാം, കിട്ടിയാൽ നന്നായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അകന്ന അഴകുഴമ്പനായിട്ടുള്ള റിലേഷനാണ് നമുക്കുള്ളതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിൻ്റെ ഉത്തരം ലാഗ് ചെയ്യുകയോ ആ ഉത്തരം ഡാമേജ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടൽ, പ്രത്യേകിച്ച് ഉടമ്പടി മുഖേനയുള്ള ഇടപെടൽ എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒരു ഉറപ്പാണ്. നമുക്ക് ഇപ്പോൾ 1 യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 5:14 ഇതുപോലെ ഉറപ്പിനെ കുറിച്ച് പറയുന്നതാണ്. 1 യോഹന്നാൻ 5:14 ശ്രദ്ധിക്കട്ടെ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ, കേൾക്കുക, അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ വായിച്ചോളൂ. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പം ഈ ഉറപ്പ് എങ്ങനെയാണത്? ബൈബിളിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര ഉറപ്പ്. അതായത് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അവനിലുള്ള ഉറപ്പ് ആര്? ഈശോയിലുള്ള ഉറപ്പ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോദിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ മനസ്സിന് അനുപേക്ഷണീയമായിരിക്കണം. അതുകൊണ്ട് ഷോൺ ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് ഒരു സീറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്, അവിടെ വെക്കൻ്റ് ആയിട്ടുണ്ട് കോഴിക്കോട്. അവിടെ ഞാൻ പോയി ഇരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. ആ പ്രാർത്ഥന അദ്ദേഹം നല്ലവണ്ണമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എനിക്കത് കിട്ടണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് മെച്ചങ്ങളുണ്ട്. അതെല്ലാം ദൈവത്തോട് അവസ്ഥയായിട്ട് പറയുകയാണ്. അതാണ് സങ്കീർത്തനം 119:26. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞപ്പോൾ, അവസ്ഥകൾ എന്തിനുള്ളതാണ്? ദൈവത്തോട് പറയാനുള്ളതാണ്. ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും വിഷയം അവസ്ഥ പറയുന്നില്ല എന്നുള്ളതാണേ. അവസ്ഥകളെ ഇങ്ങനെ നമ്മൾ ഒരു ക്യാപ്ഷൻ പോലെ സാങ്കേതികമായിട്ട് പറയും. അതല്ല, അതുമൂലം നീ അനുഭവിക്കുന്ന വിഷമതകൾ, ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ, അതുമൂലം നിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന തിക്കുമുട്ടലുകൾ, നിൻ്റെ ഞെരുക്കങ്ങൾ, ഇത് നീ ദൈവത്തോട് പറയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ദൈവത്തോട് സ്നേഹം വേണം. ദൈവത്തോട് ഇപ്പം നമ്മൾക്ക് ദൈവം തരണമെങ്കിലും ഇപ്പം നമുക്കറിയാം, ഏതാണ്ട് 8850 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. 8850 വാഗ്ദാനങ്ങൾ. പല ബൈബിൾ പണ്ഡിതന്മാരും പല നമ്പർ പറയുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നത് 8850 പ്രോമിസസ് ബൈബിളിലുണ്ടെന്നാണ്. പക്ഷേ അതെല്ലാം പ്രോമിസാണ്, വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങൾ നിസ്സാരമായത് നമ്മളുടെ അനുദിന ജീവിതം കഴിഞ്ഞുകൂടൽ തൊട്ട് നിത്യജീവിതം വരെയുള്ള വിഷയങ്ങൾ എല്ലാം ദൈവം നമ്മൾക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം അത് ദൈവത്തിൻ്റെ മനസ്സായതുകൊണ്ടാണ്. ഇപ്പോൾ ചിലർ പറയുവേ, കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തില്ല, എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുക? പലരും എന്നോട് പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യമാണ്.
എടുക്കാഞ്ഞതിൻ്റെ കാരണം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നെന്ന് അതിൻ്റെ അദ്ദേഹം ധാരണ അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷി കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനൊരു പ്രത്യേക ഉടമ്പടി പോലുള്ള സംവിധാനത്തിൻ്റെ ഉള്ളിലൂടെ പ്രാർത്ഥിക്കുന്നത് എന്നെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് വേറൊരു മാർഗവും ഇല്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പാലക്കാട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അമ്മ ആ വിഷയത്തിൽ ഇടപെട്ട കാര്യമാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഒരു സാക്ഷി അപ്പം ചിന്തിക്കുന്നത് ആ സാക്ഷ്യത്തിൽ ഒരു ചെടുത്തിയാളാണ് പറയുന്നത്. ആ സാക്ഷി അവർ പറയണ ഇതാണ്, എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സ്വർഗാരോഹണ മാതാവ് ആണ് എനിക്ക് 6 പെൺമക്കളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള സ്വർഗാരോഹണ മാതാവിലേക്ക് ഞാൻ അസംഷൻ മാതാവിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആൺകുട്ടിയെ തന്നത്. അപ്പോൾ അസംഷൻ മാതാവ് ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്താണ് ആലപ്പുഴ വരെ കെട്ടിയെടുത്ത് ഉടപിടിക്കണത് എന്നാണ് ഞാൻ എൻ്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നത്. ധാരണ പ്രശ്നം കണ്ടില്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മാനസാന്തരം ഉണ്ടായി. എന്താ കാര്യം? അവിടെ കാര്യങ്ങൾ നടക്കണില്ല, അതാണ് സംഭവം. അങ്ങനെ വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്തിട്ട് അവരുടെ വിഷയം ദൈവം നിറവേറ്റിയ കാര്യമാണ് ഇന്നവർ സാക്ഷ്യത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ധാരണയുടെ കുഴപ്പമാണ്, ധാരണകളാണ്. കൃപാസനം മാതാവെന്ന് പറഞ്ഞാൽ ആ കൃപാസനം മാതാവെന്ന ആൾക്കാർ പറയണത് എന്താ പറയണത്? കാര്യം കൃപാസനത്തിൽ 2004 ഡിസംബർ 7-ാം തീയതി സമയഘടികാരം നെറ്റിൽ ചാർത്തി സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോണു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ് കൃപാസന മാതാവ്. അപ്പോൾ ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിനെ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവതിരുസന്നിധിയിൽ കാര്യം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ട് ശക്തി കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം ആണ് പലപ്പോഴും ദൈവം തന്നെ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ടത് ദൈവികമായ വിഷയമായിട്ട് മാറ്റുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളല്ല പറയേണ്ടത്, സഭയാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലണത്. ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആത്മാവാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കാര്യം ഉടമ്പടി തന്നത് ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ അമ്മയുടെ മനസ്സിലിരിക്കുന്ന, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു വിഷയം ഇതാണ്, അമ്മ ഓളോടെ സഡൻ അങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്ത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് ഈശോ ദിവ്യകുർബാന ഇവിടെ ഇരിക്കൊണ്ട് ജീവനോടെ കിടത്ത അന്ന് ഈശോ ജീവനോടെ അൾത്താരയിൽ ഉണ്ടായിരുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ കരുതണില്ല അമ്മ ഏകപക്ഷീയമായിട്ട് എടുത്ത ഒരു തീരുമാനമാണെന്ന്. അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഈശോ അറിഞ്ഞാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. എങ്കിൽ പരപിതാവ് അറിഞ്ഞാണ് പ്രത്യക്ഷപ്പെട്ടത്. എങ്കിൽ പരിശുദ്ധാത്മാവ് അറിഞ്ഞ തെറ്റൊക്കെ ദൈവം പറഞ്ഞാണ് പരിശുദ്ധ കൃപാസനത്തിലെ അൽത്താറയിലെ ആരാധന മധ്യ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ആ അത്രയും പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് അതൊരു മനുഷ്യരാശിയെ മുഴുവനും ബാധിക്കുന്നൊരു വിഷയമായത് കാരണം അത് പറയേണ്ടത് സഭയല്ലേ. സഭ ആ വിഷയം ഏറ്റെടുത്ത് പഠിക്കാനും അതിലുള്ള ദൈവ മനസ്സെന്താനും വെളിപ്പെടുത്താനുമാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണത്. ഒരു ദിവസം രാവിലെ യൂട്യൂബിൽ നോക്കുമ്പോൾ എങ്ങനെയായാലും 17,000 പേരാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണത്. അത് കാര്യത്തിൻ്റെ ഭാഗമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ചില ആൾക്കാർ എവിടെ പോകുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോണത്. കാര്യം അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. എന്താണ് ഉടമ്പടി, ഉടമ്പടിയിലേക്ക് എങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നയിക്കുന്നത്, ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് വെളിപ്പെടുന്നത്, എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ എഡ്യൂക്കേഷൻ. ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയുണ്ടാണ് നമുക്ക്. കാര്യം ദൈവം 19,000-ഓളം വാഗ്ദാനങ്ങളാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. അതിലേറ്റവും നല്ല വാഗ്ദാനം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്താ?
നമ്മൾ ഓരോ ഭൗതികമായ കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു, അങ്ങനെ ഉപയോഗിച്ചു, നമ്മൾ പിന്നീട് മരിച്ചു പോകണം. നമുക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണങ്ങൾ എന്താ? അതാണ് അവൻ്റെ മനസ്സിന്. ഇപ്പോൾ 1 യോഹന്നാൻ 5:14 എന്താണ്? അവൻ്റെ മനസ്സിന് അനുപേക്ഷണീയമായ ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉറപ്പെല്ലാം എവിടെ നിന്ന് വരണതാണ്? വാഗ്ദാനങ്ങളിൽ നിന്നാണ് ഉറപ്പ് വരുന്നത്. നമുക്ക് ഈ ഉറപ്പ് വരുന്നത് എവിടെ നിന്നാണ്? വാഗ്ദാനങ്ങളിലാണ്. വാഗ്ദാനങ്ങൾ എങ്ങനെ പ്രാപിക്കുന്നത്? ഉടമ്പടിയിലൂടെയാണ്. സിമ്പിളല്ലേ? വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടിയിലൂടെയാണ്. പല അനുഗ്രഹങ്ങളും ഉടമ്പടി ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ലാഗ് ചെയ്യുകയോ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ചെയ്യണത് സാധാരണ അത് സിംഗിൾ പ്രയറിൻ്റെ സബ്ജക്റ്റായിട്ട് മാറ്റിയിട്ടാണ്. നിൻ്റെ പ്രാർത്ഥനാ വിഷയം അതിൽ നീയുണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഉടമ്പടിയിലേ അവസാനിക്കത്തുള്ളൂ. നിൻ്റെ പ്രാർത്ഥനാ സബ്ജക്റ്റ് അതിൽ കക്ഷികളായിട്ട് നീയുണ്ടോ, അതിൻ്റെ എതിർവശത്ത് ദൈവമുണ്ടോ എങ്കിൽ എപ്സഫാത്തോ ദാറ്റ്സ് എ കവനന്റ്. അത് ഉടമ്പടിയാണല്ലോ. അത് ഉടമ്പടിയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ പ്രാർത്ഥിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, നാട്ടുകാരെ പറ്റിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, വിഭജിക്കുകയും ചെയ്യും. അതെന്താ കാര്യം? ഇത് ഉടമ്പടിയാണെന്ന് അറിയാൻ പാടില്ലാത്തവരെ പ്രാർത്ഥനയെ ദുർവിനിയോഗിക്കുന്നതാണ്. കാര്യം എപ്പോഴും നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വചനം എന്ത് പറയും? നിനക്ക് ലഭിക്കണമെങ്കിൽ 1 യോഹന്നാൻ 5:14 നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? നിൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ മനസ്സിന് അനുപേക്ഷണീയം. ഒന്ന് വായിച്ച വചനങ്ങൾ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പൊ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് നമുക്ക് ആരിലുള്ള ഉറപ്പാണ്? യേശുവിലുള്ള ഉറപ്പാണ്. കാര്യം എന്താണ്? യേശുവിലുള്ള ഉറപ്പാണ്. കാര്യം യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 14:14 സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അതാണ് ഉറപ്പെന്ന് പറയണത്. എന്നിട്ട് പറഞ്ഞ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അപ്പോഴ് സ്വാഭാവികമായി യേശുവിലെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണത്. അതും വാഗ്ദാനമാണ്. ഞാനത് ചെയ്തു തരും എന്നുള്ളത് പ്രോമിസ്. എന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ ഉണ്ടാകണത്? എന്തുകൊണ്ടാണ് ദൈവം വാഗ്ദാനം നമുക്ക് നൽകണത്? ഒരു പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ഇപ്പം യാക്കോബിൻ്റെ ലേഖനത്തിൽ 2:5 വാഗ്ദാനം എന്തുകൊണ്ടാണ് തരണമെന്ന് പറയുന്നുണ്ട്. യാക്കോബ് 2:5 ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയാണ്. അപ്പൊ വാഗ്ദാനം നൽകുന്ന ആർക്കാണ്? തന്നെ ദൈവത്തിന്റെ വാഗ്ദാനം നൽകുന്നത് ഒന്ന് വായിച്ച്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം നൽകുന്ന ആർക്കാണ്? തന്നെ സ്നേഹിക്കുന്നവർക്ക്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള സമ്മാനമാണ് വാഗ്ദാനമായിട്ട് ദൈവം നൽകുന്നത്.
8850 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് 4000 കൊല്ലത്തിനുള്ളിലേ. അതിലേറ്റവും വലിയ പ്രോമിസ് പരിശുദ്ധാത്മാവ് നൽകിയാണ്, അത് സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്.